ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട എൻ്റെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട്. കഴിഞ്ഞ എൻ്റെ വീഡിയോക്കകത്ത് വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്തതെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ അത് പോയിന്ന് കണ്ടിട്ട് വാ. ഇഷ്ടമുള്ള പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടും കംഫർട്ട് സോൺ പലതും ബ്രേക്ക് ചെയ്തിട്ടുമായിരിക്കും നമ്മുടെ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജേർണി നമ്മളൊന്ന് കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഒരു വെയിറ്റിലേക്ക് നമ്മൾ എത്തുക. ആ സമയത്ത് പല കാര്യങ്ങളിലും നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. ഇഷ്ടമുള്ള പല ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, ക്രേവിങ്സ് പലതും അടക്കി പിടിക്കേണ്ടി വരുന്നു. അപ്പോൾ വളരെ ബോറടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കണ്ടു നോക്ക്. 69 kg ആയിരുന്ന എൻ്റെ വെയിറ്റ് 8 months കൊണ്ട് എനിക്ക് 55 kg ആക്കാൻ പറ്റി. ആ ഒരു വെയിറ്റ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു തിരക്കുകൾക്കിടയിലും ഈ വെയിറ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അതല്ലാന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച വെയിറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പേഴ്സണലി ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്തതിന് ശേഷം ഓക്കെ, ഇനി എൻ്റെ വെയിറ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എത്തിയല്ലോ, ഇനി എന്തും കഴിക്കാം എന്നുള്ളൊരു വിചാരത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പഴയ അവസ്ഥയിൽ തന്നെ ചെന്നെത്തും. അപ്പോൾ നമുക്കധികം ബോറടിക്കുകയും ചെയ്യരുത്, എന്നാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അങ്ങനത്തെ രീതിയിൽ പോകാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് നിങ്ങളുടെ അടുത്ത് ഞാനിന്ന് പറയുന്നത്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടൊരു ബ്ലഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എവറി 6 months കൂടുമ്പോൾ ബ്ലഡ് വർക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു ബ്ലഡ് വർക്ക് ചെയ്യേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അനീമിയ പോലുള്ള അയൺ കുറവുണ്ടെങ്കിൽ അനീമിയ അങ്ങനത്തെ എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് കണ്ടീഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ഹോർമോൺസിന് നമ്മുടെ വെയിറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോണാണ് അതിൽ മെയിനായിട്ടുള്ളത്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ വെയിറ്റിനെ അതുപോലെ എനർജീനെയും കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ റെഗുലറായിട്ടൊരു ബ്ലഡ് വർക്ക് ചെയ്യുന്നതിലൂടെ അത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ 6 ഹോർമോൺസ് ആയ കോർട്ടിസോൾ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഫീമെയിൽ ബോഡിയിലും ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ ബോഡി കോമ്പോസിഷനിലും എനർജി ലെവലിലും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം റുട്ടീൻ ബ്ലഡ് ചെക്കപ്പിലൂടെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ചെയ്യാനും സാധിക്കും. നമ്പർ 2, വൈറ്റമിൻസ് ആൻഡ് സപ്ലിമെൻറ്റ്സ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ആവശ്യമായ വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും നമ്മുടെ ബോഡിയിൽ എത്തണമെന്ന് നിർബന്ധമില്ല. ശരീരത്തിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നതിന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് എന്നും ഓരോ മൾട്ടി വൈറ്റമിൻ കഴിക്കാം. ഞാൻ എന്നും ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കാറുണ്ട്. അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വിൻ്റർ മന്ത്സിൽ സൂര്യപ്രകാശം അടിക്കുന്നതൊക്കെ കുറവായിരിക്കും. ഇൻഡോർ വർക്ക് ചെയ്യുന്നവരാണ്, സൺലൈറ്റ് അധികം എക്സ്പോസ്ഡ് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എന്നും കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമായിട്ട് ഒമേഗ 3 ടാബ്ലറ്റ്സ് നമുക്ക് എന്നും കഴിക്കാം. ശരീരത്തിന്റെ മെറ്റബോളിസം കുറവുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു പ്രോബയോട്ടിക് ടാബ്ലറ്റും കൂടി ഉൾപ്പെടുത്തുന്നതിൽ തെറ്റി. പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് പൊതുവെ എക്സ്പെൻസീവ് ആണ്, എന്നാൽ നമുക്ക് പ്രോബയോട്ടിക്സ് നാച്ചുറൽ ആയിട്ട് കിട്ടാനുള്ള പല സോഴ്സസ് ഫുഡിൽ നിന്ന് തന്നെ ഉണ്ട്. തൈര് പോലുള്ള പല ഫുഡ് ഐറ്റംസ് നിന്നും കിട്ടുന്നുമുണ്ട്. നമ്പർ 3, വാട്ടർ ഇൻടേക്ക് ആണ്. ഇതാണ് എൻ്റെ ബോട്ടിൽ. ഇതിൽ 2 ബോട്ടിൽ വെള്ളം ഞാൻ എന്നും കുടിക്കാറുണ്ട്. ഇതുപോലെ എത്രയാണോ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളത് അത്രയും വാട്ടർ നിങ്ങൾ എന്ന് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്പർ 4, ഡയറ്റ്. ശരിയായ ഭക്ഷണക്രമവും രീതികളുമാണ് നമ്മുടെ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. കാര്യത്തിൽ മമ്മൂക്കയാണ് എൻ്റെ ഹീറോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ. വൺസ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഇനി അതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകാൻ വളരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ അതൊരു ഹെൽത്തി ആയിട്ടും എൻജോയ് ചെയ്യുന്ന പ്രോസസ്സായിട്ടും കൊണ്ടുപോകാനും പറ്റണം. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ഞാനും കഴിക്കാറുണ്ട്, ഒരു ഹെൽത്തി ആയ രീതിയിലൂടെയാണെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നത് 9 to 6 വിൻഡോയിലാണ്. രാവിലെ 9 o'clock ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 12 ലഞ്ച് കഴിക്കും, 3 o'clock ഒരു സ്നാക്ക്. ചിലപ്പോൾ കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്നാക്ക് കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് മടിയാണ്. അത് കഴിഞ്ഞിട്ട് 6 o'clock സപ്പർ കഴിക്കും. അതോടുകൂടി എൻ്റെ ഫുഡ് ഇൻടേക്ക്
തീരും അന്നത്തെ ദിവസത്തെ. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ഫുഡ് മെഷർ ചെയ്ത് കഴിക്കുന്ന പരിപാടി ഇതുവരെയും ഞാൻ നിർത്തിയിട്ടില്ല. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്ത് കഴിച്ചാലും ഒന്നുകിൽ മെഷറിംഗ് കപ്പ് വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള ബൗൾസും ബാക്കി സ്പൂൺസ് ഒക്കെ വെച്ചിട്ട് അളന്നാണ് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു കപ്പ് ലൂക്ക് വാം വാട്ടർ കുടിച്ചിട്ടായിരിക്കും, ഇളം ചൂടുവെള്ളം. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഡെയിലി കഴിക്കേണ്ട ഒരു കാലറി വാല്യൂ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 1200 കിലോ കാലറിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3000 കാലറീസ് ഞാൻ ഒരു വീക്ക് കൊണ്ട് എക്സ്ട്രാ കഴിച്ചാൽ മാത്രമേ 1 കിലോ കൂടത്തുള്ളൂ. അപ്പം നമ്മൾ വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ഒന്ന് സ്കിപ്പായിട്ട് ഇതുപോലെ ഒരു എണ്ണയിൽ വറുത്ത എന്തെങ്കിലും കഴിച്ചെന്നോ അങ്ങനെ പറഞ്ഞിട്ടൊന്നും പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കൂടത്തില്ല. എന്നാലും ഇഡലി, അതുപോലെ പുട്ട് പോലുള്ള പലഹാരങ്ങളായിരിക്കും ഒന്നും കൂടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത്. ഇപ്പോൾ നമ്മൾ നാടൻ പലഹാരങ്ങളിലൂടെയാണ് മുന്നോട്ടുള്ള വെയിറ്റ് ജേണി കൊണ്ടുപോകുന്നതെങ്കിൽ അതും പോർഷൻ കൺട്രോൾ ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. എൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മൂത്തീസ് ആയിരിക്കും. എനിക്ക് ജോലിക്ക് പോകുമ്പോൾ കഴിക്കാൻ എളുപ്പം അതാണ്. ബെറി സ്മൂത്തീസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് ഒക്കെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ബെറി സ്മൂത്തീസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പീനട്ട് ബട്ടറും പഴവും ഇട്ടിട്ട് ഉള്ള സ്മൂത്തി ഉണ്ടാക്കാറുണ്ട്. പശുവിൻ പാൽ ഞാൻ നിർത്തിയിട്ട് ഒത്തിരി നാളായി. ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഓവർനൈറ്റ് ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് യൂസ് ചെയ്യാതിരിക്കുക, റോൾഡ് ഓട്സ് ആണ് നല്ലത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ് ചിയ സീഡ്. എൻ്റെ സ്മൂത്തിക്കകത്താണെങ്കിലും ഓവർനൈറ്റ് ഓട്സിനകത്താണെങ്കിലും ഇനി ചിയ പുഡിംഗ് ആയിട്ടാണെങ്കിലും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്. 2 ടീസ്പൂൺ ചിയ സീഡ്സ് ആണ് ഞാൻ എന്നും കഴിക്കാറുള്ളത്. എൻ്റെ ടു ഗോ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റിൽ പെട്ട മറ്റ് 2 ഐറ്റംസ് ആണ് ബ്രോക്കലിയും എഗ്ഗും ഇട്ട് ചിക്കി എടുക്കുന്നത്. അതിനകത്ത് ഒരു ഇച്ചിരി ചീസും കൂടി ചേർക്കാറുണ്ട്. പിന്നെ ചീരയും മുട്ടയിട്ട് ചിക്കി എടുക്കുന്നത്. ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ടും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മെനു. ലഞ്ചും സപ്പറും ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെയിം ഐറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും കഴിക്കുക. അപ്പൊ ഇതാണ് എൻ്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലായിരുന്ന സമയത്ത് ചോറ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ബ്രൗൺ റൈസ് കഴിക്കാറുണ്ട്. ഈ പ്ലേറ്റിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷൻ ആയിരിക്കും ഞാൻ ചോറ് കഴിക്കാറ്. ബാക്കി ദിവസങ്ങളിൽ ചോറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കീൻവ കഴിക്കാറുണ്ട്. ബൾഗർ എന്ന് പറയുമ്പോൾ ഗോതമ്പിന്റെ വേറൊരു പ്രോഡക്റ്റ് ആണ്. കാലറി വളരെ കുറവാണ്, അതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ കുറവാണ്. അപ്പൊ ഷുഗർ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡാണ് ബൾഗർ എന്ന് പറഞ്ഞാൽ. അതുപോലെ സ്റ്റീൽ കട്ട് ഓട്സ് നുറുക്ക് ഗോതമ്പിന്റെ ഒക്കെ പോലത്തെ ഒരു ടെക്സ്ചർ ആണ് ഉള്ളത്. അതും ഫ്രൈഡ് റൈസ് പോലൊക്കെ ആക്കി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഒത്തിരി സാലഡ്സ് കഴിക്കാറുണ്ട്, സൂപ്പ് കഴിക്കാറുണ്ട്. സാലഡ് അല്ലാന്നുണ്ടെങ്കിൽ അവിയൽ, തോരൻ, സാമ്പാർ, ഇതൊക്കെയാണ് എൻ്റെ വെജിറ്റബിളിന്റെ ഓപ്ഷൻസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ തോരൻ, അവിയലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലഞ്ച് ഓപ്ഷൻ ആണ്. കൂടാതെ എല്ലാത്തിനകത്തും ഞാൻ കുറെ ചീസ് ചേർക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ പ്രോട്ടീനും അതിന്ന് കിട്ടും. എൻ്റെ പ്രോട്ടീൻ ഓപ്ഷൻസ് മെയിൻ ആയിട്ടും വരിക ചിക്കൻ ബ്രസ്റ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ലീൻ ബീഫ് വല്ലപ്പോഴും കൂടി കഴിക്കാറുണ്ട്. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ബൈ വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ മീനാണ് കൂടുതലായിട്ടും കഴിക്കുക, സാമൺ. അതുപോലെ ഇപ്പം നാട്ടിലൊക്കെ സാമൺ അത്ര അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അയല, മത്തി പോലുള്ള മീനൊക്കെ യൂസ് ചെയ്യാം. എപ്പോഴും പോർഷൻ കൺട്രോൾ ആണ് വേണ്ടത്. ഒരു 40 to 80 ഗ്രാംസ് മതിയാവും ഒരു മീലിന് പ്രോട്ടീൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത്. സോയ ചങ്ക്സ്, പനീർ, കിഡ്നി ബീൻസ് ഇതൊക്കെയും എൻ്റെ വെജിറ്റേറിയൻ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ മെനുവിൽ പെട്ട ഐറ്റംസ് ആണ്. അതുപോലെ ക്യാൻഡ് ട്യൂണ വെച്ചിട്ട് റാപ്പും സാലഡും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതുപോലെ ടർക്കി ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഞാൻ അത് വെച്ചിട്ട് റാപ്പ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ഓപ്ഷൻ ആണ് ടർക്കി റാപ്പ് എന്ന് പറയുന്നത്. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഈ എയർ ഫ്രയർ. ഇതിനകത്തിട്ടാണ് ഞാൻ മിക്കവാറും പ്രോട്ടീൻ എല്ലാം കുക്ക് ചെയ്യാറുള്ളത്. സാമണും ചിക്കനും ഒക്കെ ഇതിനകത്തിട്ടിട്ട് എണ്ണയില്ലാതെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് 2-3 ദിവസത്തെ ഷിഫ്റ്റ് ഒക്കെ അടുപ്പിച്ചാണ് വരിക. അപ്പോൾ നേരത്തെ ഞാൻ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കും. ഞാൻ ബൈ വീക്ക്ലി ആണ് ഗ്രോസറി ഷോപ്പിംഗ് നടത്താറുള്ളത്. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഞാൻ എഴുതി വച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഗ്രോസറീസ് ആണ് വാങ്ങാറ്. വീട്ടിൽ പേരൻസ് ഒക്കെ നോർമലി ഉള്ള ബാക്കി ഫുഡൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള ഗ്രോസറീസ് പ്രത്യേക ലിസ്റ്റ് എഴുതിയിട്ട് അത് വാങ്ങിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സാധനങ്ങളൊക്കെ ഒത്തിരി വേസ്റ്റായി പോവാതിരിക്കാനും കറക്റ്റായിട്ട് ഒരു
മീൽ പ്ലാൻ ഫോളോ ചെയ്യാനും ഈ ഒരു മെത്തേഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ സ്നാക്ക് ഓപ്ഷൻസ് ആയിട്ട് മിക്കവാറും വരുന്നത് ഗ്രീക്ക് യോഗട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കോട്ടേജ് ചീസ്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക, ആപ്പിളോ അല്ലെങ്കിൽ പേരോ കിവിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇത് കൂടാതെ വീക്ക്ലി വൺസ് ഒക്കെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കും. അതുപോലെ മന്ത്ലി വൺസ് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിസ്സ എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്ത് ഊബർ ഈറ്റ്സ് വഴിയൊക്കെ വീട്ടിൽ വരുത്തി കഴിക്കാറുമുണ്ട്. അപ്പോൾ മന്ത്ലി വൺസ് സോഫാർ ഓക്കെയാണ് എൻ്റെ കാര്യത്തിൽ. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നോ ഷുഗർ ആയിരുന്നു, അബ്സല്യൂട്ട്ലി നോ ഷുഗർ ആയിരുന്നു. പക്ഷെ സ്വീറ്റ്സിൻ്റെ അടുത്ത് കുറച്ച് ക്രേവിങ് ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ സ്വീറ്റ് ടൂത്ത് ഒന്ന് ഉണർന്നു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് നാച്ചുറൽ ഷുഗർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും ഞാൻ. ശർക്കര, ഡേറ്റ് സിറപ്പ്, മേപ്പിൾ സിറപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഹണി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഷുഗർ പോലെ തന്നെ ബോഡിയിൽ ഒത്തിരി ചേഞ്ച് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് സോൾട്ട്. സോൾട്ട് ഇൻടേക്ക് വളരെ കുറച്ചു ഇപ്പോൾ ഫുഡിൽ നിന്നൊക്കെ. സോൾട്ട് ഇൻടേക്ക് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ആയിട്ടിരിക്കുകയും അതിൻ്റെ ഒരു വെയിറ്റും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സോൾട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നീര് വരുന്ന ആ ഒരു വെയിറ്റ് കുറഞ്ഞു കിട്ടും. അതുപോലെ മന്ത്ലി പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുകയും ആ സമയത്ത് വെയിറ്റ് കുറച്ച് കൂടുതലാവുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു സമയം കഴിയുമ്പോൾ തിരിച്ചു പോകും. അത് തികച്ചും നോർമലാണ്. നട്ട്സ് പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് എനിക്ക് മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് സ്മൂത്തി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിയ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴോ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുമ്പോഴോ അതിനകത്ത് ഫിസ്റ്റിന്റെ അത്രയുള്ള നട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ടും ആമണ്ടും വാൾനട്ടും ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫൈനൽ ആൻഡ് ഫിഫ്ത്ത് എക്സസൈസസ്. എന്റെ ജോലിയുടെ തിരക്കുകളൊക്കെ വെച്ചിട്ട് എനിക്ക് 3 to 4 times ഒക്കെയാണ് വീക്ക്ലി എക്സസൈസ് ചെയ്യാൻ പറ്റുക. അതിൽ മിക്കപ്പോഴും 20 minutes ഒക്കെ എനിക്ക് മാക്സിമം പറ്റാറുള്ളൂ. വീക്കെൻഡിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ 40 minutes to 1 hour ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എന്നും വാക്ക് ചെയ്യാറുണ്ട്. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നും ഞാൻ 8000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 10K സ്റ്റെപ്പ് ആയിരുന്നു. ഇപ്പം ഞാനത് ഒരു 8000 ആക്കിയിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ ഒരു വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് ഉള്ളത്. അതുപോലെ ബെറ്റർമീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് കഴിക്കുന്ന ഫുഡിന്റെ അളവും എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ അതിനകത്ത് അവർക്ക് തന്നെ മീൽ പ്ലാൻ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് റെസിപ്പീസ് ഒക്കെ നോക്കാറുണ്ട്. മെയിനായിട്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. പിന്നെ അതിനകത്ത് നമുക്ക് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാം, വാട്ടർ ഇൻടേക്ക് നമുക്ക് ചെക്ക് മാർക്ക് കൊടുക്കാം. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിനകത്ത് എല്ലാം ചെക്ക് മാർക്ക് വരുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ബെറ്റർമീ ഒരു ഫ്രീ ആയിട്ടുള്ള ആപ്പ് അല്ല കേട്ടോ, അത് ഒരു പെയ്ഡ് ആയിട്ടുള്ള ആപ്പാണ്. എനിക്ക് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു നല്ല ഓഫറിൽ അത് 1 ഇയറിലത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ബെറ്റർമീ പേഴ്സണലി ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബെറ്റർമീ ആപ്പിനകത്ത് വരുന്ന വർക്കൗട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ജിമ്മിലൊന്നും പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല, കാരണം അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല. സോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളത്. ഞാൻ ബെറ്റർമീന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് വാൾ പിലാറ്റീസ്, അതായത് വോളിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന കുറേ എക്സസൈസസ് ഉണ്ട്. അതുപോലെ ഹോം വർക്കൗട്ട്സും പിന്നെ യോഗ ചെയ്യാറുണ്ട്. നമുക്ക് 3 ഓപ്ഷൻസ് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വാൾ പിലാറ്റീസും ഹോം വർക്കൗട്ടും എൻ്റെ മസ്റ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ സ്ട്രെച്ചിങ് വർക്കൗട്ട്സ് എടുക്കാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ യോഗ ചൂസ് ചെയ്യും. ഈ ഡാമ്പിനകത്ത് തന്നെ ഡംബൽസും അതുപോലെ റെസിസ്റ്റൻസ് ബാൻഡ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന എക്സസൈസസും ഉണ്ട്. ഇതിനകത്തുള്ള വർക്കൗട്ട്സ് ഒക്കെയും ഒരു സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഞാനിത് എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞതൊക്കെയും. ഓരോരുത്തരിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ കാര്യത്തിൽ വർക്കൗട്ട് ആവുക. എന്നാലും പൊതുവെ ഇതെല്ലാം ഒരുവിധം ആവറേജ് ആൾക്കാർക്കെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന ടിപ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എൻ്റെ ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ കമന്റിലോ മെൻഷൻ ചെയ്യാം. ഞാനൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.